അധ്യായം. Let us turn our attention to the book of Nehemiah, chapter 1. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആദ്യത്തെ 4 വാക്യങ്ങൾ. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, The words of Nehemiah, the son of Hakaliah. Now it happened in the month of Chislev in the 20th year, while I was in Susa, the capital, that Hanani, one of my brothers, and some men from Judah came, and I asked them concerning the Jews who had escaped and had survived the captivity, and about Jerusalem. They said to me, the remnant there in the province who survived the captivity are in great distress and reproach, and the wall of Jerusalem is broken down, and its gates are burned with fire. When I heard these words, I sat down and wept and mourned for days, and I was fasting and praying before the God of heaven. Amen. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ആ സൺഡേയിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും. Maybe you all remember what I said in the previous week. യസ്രായുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ വരുന്നു. I already told that a group of people came under the leadership of Ezra. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പ് വരുന്നു. Another group was returning with the leadership of Zerubbabel. ഫൈനലി നെഹമ്യാവ് തിരിച്ച് ജെറുസലേമിലേക്ക് വരുന്നു. Finally, the Nehemiah also came back to Jerusalem. ഈ നെഹമ്യാവിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമല്ല. We are not sure whether a group of people accompanied Nehemiah. അങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് എക്സൈലിൽ നിന്ന് തിരിച്ച് റിട്ടേൺ ആയിട്ട് ജെറുസലേമിലേക്ക് വരുന്നത്. In that way, 3 groups came back from the Babylon to Judah in 3 groups. അങ്ങനെ വന്നവരുടെ നമ്പർ ഏകദേശം 50,000 പേരായിരുന്നു എന്നാണ്. Almost 50,000 people returned from Babylon to Judah. നോക്കൂ, ഇതാണ് കോണ്ടെക്സ്റ്റ്. അങ്ങനെ ഒരു 50,000 പേര് ഓൾറെഡി പ്രവാസത്തിൽ പോയിട്ട്, എക്സൈലിൽ പോയിട്ട് കോരശിന്റെ മനസ്സ് ദൈവം ഉണർത്തി 50,000 പേര് തിരിച്ച് യെരുശലേമിൽ വന്നു. 50,000 people came back from the exile due to the kindness of Korah the king. കോരശിന് നമുക്ക് ആ വാക്യങ്ങളൊക്കെ അറിയാമല്ലോ. കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തുന്നു. ആ ഗ്രീക്ക് രാജാവിനിലൂടെ, പേർഷ്യൻ രാജാവിനിലൂടെ ജനത്തെ വിട്ടയക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ 50,000 പേര് ഇവിടെ വരുന്നു. ആ വന്ന ആളുകൾ ആലയം പണിയുന്നു, അവർക്കുള്ള വീടുകൾ പണിയുന്നു. യസ്ര എന്ന ആ മഹാപുരോഹിതൻ, ആ ശാസ്ത്രി അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ആലയത്തിന്, ആ പട്ടണത്തിന് ചുറ്റും ഒരു മതിൽ പണിയാനായിട്ട് നെഹമ്യാവ് വരികയാണ്. So we all know Ezra, as a priest, he actually came back and built a group of almost 50,000 people. During that time period, Nehemiah also is coming back, and he was about to start building a wall around Jerusalem. ഇവിടെ നെഹമ്യാവിന്റെ അടുക്കൽ വരുന്ന 2-ാം വാക്യത്തിലേക്ക് നോക്കിയേ. നെഹമ്യാവിന്റെ അടുക്കൽ യഹൂദയിൽ നിന്ന് വന്ന തൻ്റെ സഹോദരനും കൂടെയുള്ളവരും പറഞ്ഞ വളരെ വേദനാജനകമായൊരു വാർത്തയാണ് നെഹമ്യാവിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിച്ചത്. Nehemiah was hearing a sad news from one of his brothers, that Hanani. He brought a news, and that made Nehemiah to go back. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 70 വർഷത്തോളം അവർ എക്സൈലിലായിരുന്നു.
ആ 70 വർഷം കഴിഞ്ഞപ്പോഴാണ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഗ്രൂപ്പ് വരുന്നത്. 70 വർഷം. അങ്ങനെയാണെങ്കിൽ നെഹമ്യായ ജനിച്ചതും വളർന്നതും ബാബേലിലാണ്. Almost 70 years it took to come back a group from exile to here to Judah under the leadership of Ezra. During that 70 years period, Nehemiah born and in the exile. അവിടെയാണ് ജനിച്ചത്, അവിടെയാണ് വളർന്നത്, അവിടെയാണ് പഠിച്ചത്, അവിടുത്തെ ഏറ്റവും ടോപ്പ് ജോലിയാണ് ചെയ്യുന്നത്. Nehemiah born and brought up in the land of Babylon, and he got an eminent job, a prominent job in the land of Babylon. ആ 11 നോക്കിയേ, അവസാന ലൈൻ എന്താണ് എഴുതി വെച്ചേക്കുന്നത്? I was the cup bearer to the king. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു എന്നാണ് വായിക്കുന്നത്. We can see this highly esteemed position Nehemiah hold during that time period of his stay in Babylon. He was the cup bearer to the king. ഞാൻ ഇത് ആരംഭത്തിലൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പം ഓർത്തത് ഇതൊരു സാധാരണ ജോലിയായിരിക്കും, ഈ കൈക്ക് വല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ജോലിയാണെന്നാണ് ഞാൻ വായിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. In the beginning I was under the assumption that this job could be an ordinary job. പക്ഷേ ഇത് ഈ ജോലി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു രാജാവിൻ്റെ പാലസിലെ ഏറ്റവും ടോപ്പ് ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആളുകൾ കിട്ടുന്ന ജോലിയാണ് ഈ ജോലി. But when I read and when I researched, I came to know that this was a position of great influence. രാജാവ് ഒരിക്കൽ നെഹമ്യായോട് ചോദിക്കുന്ന ചോദ്യം, എന്ത് പറ്റി നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് എന്ന് രാജാവ് ഒരിക്കൽ നെഹമ്യാവിനോട് ചോദിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. One day the king was asking to his cupbearer Nehemiah, why did your face so sad? നിങ്ങൾ അതിന് 1-2 വായിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം തൻ്റെ പാനപാത്രവാഹകന്റെ മുഖത്തിൻ്റെ ആ ഷെയ്പ്പിന് അല്ലെങ്കിൽ ആ എക്സ്പ്രഷന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും രാജാവിന് കണ്ടുപിടിക്കാം. Even his face's expression changed, that even king noticed. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രാജാവ് ഓർക്കുന്നത് എന്തെങ്കിലും അപകടം ഉണ്ട്, അതുകൊണ്ടാണ് ഇവൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന രാജാവ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അത്രയും ടോപ്പ് പൊസിഷനിലാണ്. എൻ്റെ ഒരു ബോധ്യത്തിൽ ഒരിക്കൽ പോലും ജെറുസലേമിൽ നെഹമ്യാ പോയിട്ടില്ല. Because I am explaining that the position Nehemiah was holding was such a big position with great influence. That's the reason and also he didn't get a chance to go back to Jerusalem. കാരണം 70 years exile ആണ്. During that 70 years of exile, he didn't അതിനുശേഷം നടന്ന ഇൻസിഡന്റിലാണ് നെഹമ്യായ യാത്രയാകുന്നത്. During that time period, due to an incident only, Nehemiah was going back to Jerusalem from Babylon. അങ്ങനെയെങ്കിൽ ന്യായമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, പേരൻസും ഒക്കെ നോക്കിയിരുന്നേ, ന്യായമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ യെരുശലേമിനെ പറ്റി പിന്നെ എങ്ങനെ നെഹമ്യായ അറിഞ്ഞേ? Please listen, especially parents. How did Nehemiah come to know about Jerusalem? നെഹമ്യാവിനോട് നിശ്ചയമായിട്ടും പേരൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതാണ് നമ്മുടെ ലാൻഡ്, അവിടെയായിരുന്നു നമ്മുടെ പേരൻസ്, നമ്മുടെ വീട് അവിടാണ് ഹോളി സിറ്റി, നാം അവിടത്തേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന് പേരൻസ് നിശ്ചയമായിട്ടും നെഹമ്യാവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Parents must have taught him the land of Jerusalem or the land of Judah is our homeland. We definitely need to return from this land of Babylon. That is the reason Nehemiah must be so familiar with the life in Jerusalem. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, തലമുറയോട് നാം പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹോളി സിറ്റി ഉണ്ട്, ഒരു ഹോളി ഗോഡ് ഉണ്ട്. ആ ദൈവത്തിങ്കിലേക്കായിരിക്കണം നമ്മുടെ ആകർഷണം, അവിടെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവം അവർ പരിവർത്തനം വരുത്തും എന്നതിനൊരു മാറ്റം ഉണ്ടാകുകയില്ല. I would like to encourage all parents, we all need to remind our children that this is not a land of permanent place. We have a permanent place in heaven, and we need to encourage them to go and we need to prepare them to enter into the land of holy land. ഇനി നോക്കിയേ, 3-ാം വാക്യത്തിനകത്ത് നെഹമ്യായ, ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എനിക്കതിൽ അല്പം കാര്യം ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഈ വാർത്ത അല്ലെങ്കിൽ നെഹമ്യാവിൻ്റെ അടുക്കൽ വന്ന ഈ സഹോദരങ്ങൾ യെരുശലേമിനെ പറ്റി പറഞ്ഞ ആ വാർത്തയെയാണ് 3-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്ന 2 കാര്യമുണ്ട്. പ്രവാസത്തിൽ നിന്ന്
വറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ്, അതായത് അവിടെ ഓൾറെഡി മടങ്ങി വന്ന ആ 50,000-ഓളം ആളുകളുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ആ ആളുകൾ അവിടെ ശേഷിപ്പായിട്ട് കിടന്ന ആ ജനത്തെ പറ്റി വായിക്കുകയാണ്. അവരാ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. The 50,000 who came from the exile, they were under a great reproach and distress. They were living in the land of Jerusalem. കാരണം പറഞ്ഞേക്കുക, ആ പട്ടണത്തിന് മതിലില്ല, ആ പട്ടണത്തിന് വാതിലുമില്ല. Because the reason he clearly explained, because the wall of Jerusalem is broken down and its gates are burned with fire. ഇന്ന് പകൽ ഞാൻ ഈ ഭാഗം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സഭയുമായിട്ടാണ്, നമ്മുടെ ലോക്കൽ ചർച്ചുകളുമായിട്ടാണ്. നോക്കിയേ, അങ്ങനെയാണെങ്കിൽ എല്ലാ നിലയിലും സമൃദ്ധിയോടെ ജീവിക്കുന്ന നെഹമ്യാവിന് ഇങ്ങനെ ഒരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമുണ്ടോ? I am wondering whether Nehemiah need to listen to this kind of news while he was in such a big position. Yeah, you can take your seat, please. Come on. Amen. Hallelujah. Thank you. സ്തോത്രം. Hallelujah. Stotram. Praise you, Lord. Okay, thank you. Listen to me. Okay. ഈ അത്രയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. അത്രയും ടോപ്പ് പൊസിഷനിലിരിക്കുന്ന ഈ നെഹമ്യാവ് ഈ സാധാരണക്കാരായ ആള് പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ലേ? This person Nehemiah, he was holding such a great position. Still he was so ready to hear the broken news of Jerusalem. അത് അങ്ങനെ ഒന്ന് ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ സ്പിരിച്വാലിറ്റി അല്ലേ? He was even had some time to listen to their reproach or distress. That is a part of spirituality. That is a part of spirituality. അല്പം കൂടെ ശ്രദ്ധ തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തേ. ഈ നമ്മളെ ഒരു ലീഡറിനോട് ചെന്ന്, ഒരു ടോപ്പ് പൊസിഷനിലിരിക്കുന്ന സ്പിരിച്വാലിറ്റി ഒരു ലീഡറിനോട് ചെന്ന് പറയുക, ഈ സഭയുടെ അവസ്ഥയൊക്കെ വളരെ കഷ്ടമെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് എന്തേലും വികാരം ഉണ്ടാവുമോ? Just think about it. If a person was holding such a high royal position, and if we go and tell them about the pathetic situation of a local church, did that leader listen to us attentively? പക്ഷെ ഇവിടെ നോക്കിയേ, ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഭയ്ക്ക് മതിലില്ല, റൂളില്ല, ഞങ്ങളുടെ ചർച്ചിന് വാതിലില്ല, അവിടെ യാതൊരു വിധമായ കണ്ടീഷൻസും ഇല്ല എന്ന് പറയുമ്പം വേദനയുണ്ടാകുന്ന എത്ര ആത്മീയ നേതൃത്വം നമ്മുടെ ഇടയിലുണ്ട്. Here we can see a born again or a spiritual person. His heart is broken while he heard the distress of the local church. അവിടെ നിൽക്കാം, ആ ലീഡർഷിപ്പിനെ വിട്ടേ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടുമാണ് ദൈവസഭയുടെ പോക്ക് ശരിയല്ല, ഈ സഭയ്ക്ക് വചനപ്രകാരം ഒരു വാളില്ല, ഈ സഭയ്ക്ക് വചനത്തിൻ്റെ ഡോക്ടറിൻ ഇല്ല എന്ന് പറയുമ്പോൾ എത്ര പേർക്കത് കേൾക്കാനുള്ള മനസ്സുണ്ട്? Let us examine ourselves. How many of us have a mentality or a mindset or time to listen that while our church is not being led under a right leadership or our church is not being preached sound doctrines? ഇവിടെ ശൂശൻ രാജധാനിയിൽ ഇരിക്കുകയാണ് ആര്? എല്ലാവരും ഒന്ന് വായിച്ചേ. Nehemiah. നിങ്ങളല്ലേ പറഞ്ഞ് പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രസംഗിക്കണമെന്ന്? ചിലപ്പോൾ കുറച്ച് ദിവസം ഇതായിരിക്കും. ശൂശൻ രാജധാനി എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാര് വിന്റർ സമയത്ത് ജീവിക്കുന്ന സ്ഥലമാണത്. Here Nehemiah was sitting such a bright and a great place, Susa, the capital. Usually the kings usually go there to take rest. അവിടെ ഇരുന്നപ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത്,
നെഹമ്യാവിന് വേണമെങ്കിൽ പറയാം, എനിക്ക് യെരൂശലേമിനെ പറ്റി വലിയ അറിവൊന്നുമില്ല, വല്യപ്പം പറഞ്ഞ അറിവ്, നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ, വല്യപ്പം പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാമായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്നറിയാമോ? ദൈവസഭയുടെ പുഴുക്കുത്ത്, ദൈവസഭയുടെ വാതിലിൻ്റെ പ്രശ്നം, അതിൻ്റെ മതിലില്ലായ്മ, അതിൻ്റെ ഉപദേശ ശുദ്ധിയില്ലായ്മ, അതിൻ്റെ ആത്മീയതയില്ലായ്മ അവന് എപ്പോഴും വേദനയാണ്. അത് ശൂശൻ രാജധാനിയിലിരുന്നാലും. Nehemiah, we can see here a godly person or a spiritual man, though he was sitting in Susa, the capital, but still when he heard the distresses of his own fellow beings, his heart was broken. രാജാവിൻ്റെ ആഹാരം കഴിക്കുമ്പോഴും രാജാവിൻ്റെ സാലറി വാങ്ങുമ്പോഴും ഒരുവൻ്റെ ഹൃദയം യെരൂശലേമിനെ പറ്റി വിങ്ങിപ്പൊട്ടുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഈ തിരുവെടുത്ത് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. നമ്മുടെ സഭകളുടെ ആത്മീയ ശോഷണം കണ്ട്, വചനത്തോടുള്ള താല്പര്യമില്ലായ്മ കണ്ട് നമ്മുടെ ഹൃദയത്തിന് വേദന ഉണ്ടാകണം. A spiritual man should be broken when we see the distresses and the bad reproaches inside the churches. Praise the Lord. Hallelujah. ആ വാക്ക് തെറ്റി ഒഴിഞ്ഞു പോയ അവരെ കുറിച്ചും നിങ്ങളെ വാക്ക് കണ്ടോ? അവരിങ്ങോട്ടൊന്നും പറഞ്ഞതല്ല. നെഹമ്യാവ് കണ്ടപ്പോൾ എന്താ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ എന്നല്ല ചോദിച്ചത്. നെഹമ്യാവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കണ്ടോ? ഇവിടുന്ന് ഒരു 50,000 പേര് ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ടങ്ങോട്ട് പോയായിരുന്നു. അവരെന്തിയേ? അവരുടെ സ്പിരിച്വാലിറ്റി എന്തിയേ? അവിടെ ആലയം പണിതിട്ട് ആരാധന ആരംഭിച്ചോ? അവിടെ എസ്ര വചനം പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങിയോ? ജനം മതില് കെട്ടാൻ തീരുമാനിച്ചോ? കണ്ടോ ആത്മീയന്റെ ചോദ്യങ്ങൾ പോകുന്ന കണ്ടോ? Here we can see the agony of a spiritual man's heart. He was checking about the spirituality of the people who had escaped from the exile. രണ്ട് കാര്യമാണ് ചോദിച്ചത്. യെരൂശലേം എങ്ങനുണ്ട്? He asked two things. How was Jerusalem? രണ്ട്, ഇവിടുന്ന് പോയ ഒരു 50,000 പേരുണ്ടല്ലോ, അവരുടെ ആത്മീയത എങ്ങനുണ്ട്? The second thing he asked him about the spirituality of the 50,000 who escaped from the exile. പ്രിയപ്പെട്ടവരെ, ആത്മീയനെ കണ്ടുപിടിക്കാൻ ഒരു മാർഗം പറയാം. അവൻ ഒരാളെ കാണുമ്പോഴേ ചോദിക്കുന്ന നാട്ടിലെ തോട്ടം എങ്ങനെയുണ്ടെന്നല്ല. മനസ്സിലാവുന്നോ? I would like to give you an example. A person, whether he is spiritual or not, when we meet a person, his first question won't be regarding physical world around him. എൻ്റെ വല്യപ്പൻ്റെ ഒരേക്കർ സ്ഥലം അവിടെ ഉണ്ട്, അതല്ല വിഷയം. A spiritual man never asked about the world situation around him. നെഹമ്യാവിന് അവിടെ പ്രോപ്പർട്ടി കാണും, I don't know, കാണുമായിരിക്കും. Nehemiah also must have had certain property. പക്ഷെ അതല്ല പ്രയോറിറ്റി. But that was not his priority. നെഹമ്യാവിൻ്റെ പ്രയോറിറ്റി ഇവിടെ നിന്ന് മടങ്ങിപ്പോയ ആളുകളുണ്ട്, അവരുടെ സ്പിരിച്വാലിറ്റി എന്താണെന്നുള്ളതാണ്. Nehemiah's priority was checking the spirituality of the exile. എനിക്ക് ഈ തലമുറകളെ കുറിച്ചൊക്കെ എൻ്റെ ഭാരം ഞാൻ നിങ്ങളോട് പറയാം. ഏത് ചർച്ചയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ അവിടുത്തെ എല്ലാം മെയിൻ ഇഷ്യൂ മ്യൂസിക്കാണ്. I went and visited different churches. Wherever I went, always the church has a problem related to music. ഞാൻ റീസെന്റ് പോയ ഒരു ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇതുകൊണ്ട് മടുത്തെന്നാണ് പറഞ്ഞത്. Recently I was talking with a pastor and pastor was saying that I am fed up with this music. ഞാൻ പേരൻസിനോട് സ്നേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. I would like to exhort or recall all the parents with love. ഒരു IPCയിലെ അമേരിക്കയിലെ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു കേൾക്കണോ? I would like to mention one of the pastors in IPC in the US. ഈ പാട്ടുകാരെല്ലാം കൂടെ നിന്നിട്ട് സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ ഇടയില്ലെന്ന്. All the singers are on the stage. That's why pastor didn't have enough space to stand on the stage. എല്ലാം നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. All things are very beautiful. പക്ഷെ തലമുറ ചർച്ചിൽ വരുന്നതിന്റെ ഒന്നാമത്തെ കാര്യം മ്യൂസിക് അല്ല. Hallelujah.
The generation or the children are coming to the church not to sing or not for the reason of music. അവരുടെ ഒന്നാമത്തെ മാതാപിതാക്കളുടെ ലക്ഷ്യം അവരെ രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരിക്കണം. The first priority of each parent should be their children should be born again. അവർ ആത്മീയരാകണം എന്നതായിരിക്കണം. There should be that children should be spiritual. എൻ്റെ കുഞ്ഞുങ്ങൾ ആത്മനിറവുള്ളവരായിരിക്കണം എന്ന ആ പർപ്പസിനാണ് ഹോളി വരുന്നത്. മനസ്സിലാവുന്നോ? We all need to have a burden. Our children should be born again. That should be the urge to come to a church. അങ്ങനെ കൃപയുള്ളവർ മാത്രമാണ് സ്റ്റേജിൽ നിൽക്കുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. If that type of persons with the grace were standing in the pulpit, there won't be any issues. നമ്മുടെ ചർച്ചിൽ അങ്ങനെ ഒന്നും ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. I am praying, do not let any problems arise in this church. നെഹമ്യാവിന് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, യെരൂശലേം എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലയം ഇരിക്കുന്നിടം എങ്ങനെ ഉണ്ട്, അതാ ഒന്നാമത്തെ ചോദ്യം. Nehemiah, the cupbearer, the royal kingdom position holder, he had only one question: how is the spirituality of the group of exiles? ഇവിടുന്ന് തെറ്റി ഒഴിഞ്ഞു പോയവരുണ്ടല്ലോ, ഇവിടുന്ന് മടങ്ങി പോയവരുണ്ടല്ലോ, അവരൊക്കെ ആലയത്തിൽ വരുന്നുണ്ടോ? Jews who had escaped and had survived this captivity, do they come and visit the temple? അവർ ലോ വായിക്കുന്നുണ്ടോ? Are they reading the law? അവർക്ക് റിപ്പന്റൻസ് ഉണ്ടോ? Do they have അവരുടെ അകത്ത് റിവൈവൽ ഉണ്ടാകുന്നുണ്ടോ? Do they have inside their mind a revival? ഈ ചോദ്യത്തിന്റെ റിപ്പോർട്ട് കേട്ടപ്പോഴാണ് നെഹമ്യാവ് കുത്തിയിരുന്നു പോയി. When he heard the reply to his question, he sat down and wept. അതിന് അവർ എന്നോട് ഒറ്റയ്ക്കല്ല പറഞ്ഞ, വന്നവരെല്ലാം കൂടെ ഒരുപോലെ പറഞ്ഞെന്നാ ഹോളി സ്പിരിറ്റ് എഴുതി വെച്ചേക്കുന്നത്. എന്നാ അവർ കൊടുത്ത റിപ്പോർട്ട് എനിക്കിവിടെ നിന്നുകൊണ്ട് വേണേൽ എത്ര നേരം വേണമെങ്കിലും പറയാൻ പറ്റും, പക്ഷെ ഞാൻ അതൊക്കെ നോട്ടുണ്ടാക്കി വന്നേക്കുന്നത്. വേണ്ട, ആ മൂന്നാം വാക്യം നോക്കിയേ. അതിന് അവർ എന്നോട്, ഒന്നാമത്തെ കാര്യം, ആത്മീയതയെ പറ്റി ഒരുവൻ പറയുമ്പം അത് കേൾക്കാൻ തയ്യാറാണ്. First thing is, when a person is talking about the condition of the spirituality, we need to have time to listen attentively. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേട്ടെ, ആത്മീയനോടല്ലാതെ പറയരുത്. And the second point is, we should never discuss spirituality to non-spiritual person. കർത്താവ് എന്നാ പറഞ്ഞ, നിങ്ങളുടെ മുത്ത് അർത്ഥം എന്നാന്നറിയാമോ? ഇതർത്ഥം. The Lord Jesus in Proverbs we can see, not in the Gospels we can see, do not put swirls in front of swines. എനിക്ക് ഒന്ന് എടുത്ത് വായിക്കാം. എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയുടെ പ്രാധാന്യത അറിയാൻ മേലാത്തവനോട് ഞങ്ങൾ ഉപദേശിച്ചു നല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ പുള്ളി പറയും വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ നെഹമ്യാവിന് ഭയങ്കര ബോധമായിരുന്നു. നിങ്ങൾ രണ്ടാം അധ്യായത്തിലേക്ക് വന്ന് രണ്ടാം അധ്യായത്തിൻ്റെ 12 വാക്യം നോക്കി. 2:12, ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റ്, കാര്യം ആരും കാണാതിരിക്കാൻ, രാത്രിയിൽ എഴുന്നേറ്റ് യെരൂശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു. We can see in chapter 2 verse 12, and I arose in the night because I do not want to be seen by anyone else. I and a few men with me, I did not tell anyone what my God was putting into my mind to do for Jerusalem. എന്താ ദൈവം പറഞ്ഞിരുന്നത്? നീ ഒരു മതിൽ പണിയണം. God was instructing Nehemiah to build a wall around നീ അതിന് ഡോർ വെക്കണം and put a gate for that. അതിനകത്ത് കയറിയേക്കുന്ന ആ മിക്സഡ് ജാതിയെ നീ പുറത്തറിയണം. And the mixed generation who came into the property, you need to cast them out. ന്യായപ്രമാണം ഉറക്കെ വായിച്ചു കേൾപ്പിക്കണം. The law needs to be heard and അത് എക്സ്പ്ലെയിൻ ചെയ്യണം. it needs to be read. ജനത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരണം. And you need to bring the ഇതാണ് ദൈവം പറഞ്ഞേക്കുന്നേ. Lord instructed him to bring them back. പക്ഷെ നെഹമ്യാവ് ആരോടും ഇതെന്ത് ചെയ്തില്ല. But Nehemiah didn't share this thing with anyone. കാരണം എന്നാ? Why? What is the reason? ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. Because there is no use if he shared that. ആത്മീയനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. If he shared that news with a spiritual man, അന്ന് തന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആർക്കും ഇതിനെപ്പറ്റി ബോധമില്ല. During that time period, those men around him, they didn't care about it. പക്ഷെ നെഹമ്യാവ് ഈ വാർത്ത കേട്ടപ്പം
ആ സഹോദരന്മാർ പറയുന്ന രണ്ട് കാര്യമാണ്. യെരുശലേമിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ആ സംസ്ഥാനത്ത് ഇവിടുന്ന് പോയവർ മഹാകഷ്ടത്തിലും അപമാനത്തിലുമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പുറമേ ഒന്ന് നോക്കിയേ, നമ്മുടെ ലോക്കൽ ചർച്ചുകളിൽ പലതും മഹാകഷ്ടത്തിലും അപമാനത്തിലും അല്ലേ? That time, that group of people replied to Nehemiah, the remnant there in the province who survived the captivity are in great distress and reproach. What is the condition of our local church? നമ്മുടെ ചർച്ചയിൽ എത്രമാത്രം ആത്മീയതയുണ്ട്, നമ്മൾ എത്രമാത്രം ആത്മീയരാണ്? How much spirituality inside the church, or in other words, how much spiritual we are, I am. ചർച്ചിൽ വന്ന് മനഃപൂർവ്വം ഉഴപ്പുന്ന ആൾക്കാരുണ്ട്. Usually there are certain people who പർപ്പസ്ഫുള്ളി എന്താ പറയാ, മനഃപൂർവ്വമായിട്ട് ഉഴപ്പുക. there are certain group of people intentionally doing harm to the local church. അവര് കാരണം അടുത്തിരിക്കുന്നവന് ഡിസ്റ്റർബൻസ് ആണ്. Due to that mentality, a person who is sitting nearby is also having a lot of problem. ഞാൻ എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? I'm hoping you are getting my pain. നമുക്ക് നമ്മുടെ സഭയുടെ അവസ്ഥയെ ഓർത്ത് ഞാൻ ഈ ഒരു ലോക്കൽ ചർച്ച എന്നുള്ള അർത്ഥമല്ല പറയുന്നത്. നമ്മുടെ ഈ പട്ടണത്തെ ഓർത്ത്, നാം താമസിക്കുന്ന രാജ്യത്തെ ഓർത്ത് നമുക്കൊരു ഭാരമുണ്ടോ? Do we have a burden where we are living in for this country and also for the local church inside this Seattle? സ്തോത്രം. Hallelujah. നെഹമ്യാവ് കേട്ട റിപ്പോർട്ടാണ്. മഹാകഷ്ടത്തിലാണ്, അപമാനത്തിലാണ് ഇരിക്കുന്നത്. യെരുശലേമിന് മതിലും വാതിലും ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ നിയമമില്ല. സൻബല്ലത്തിന് കയറാം, തോബിയാവിന് കയറാം, ആർക്കും അകത്ത് വരാം, ആർക്കും പുറത്തു പോകാം. അവിടെ ആത്മീയത ഇല്ല. അതതിൻ്റെ അർത്ഥം. Nehemiah was hearing such a bad news. There were no rules, there were nothing. They were in great distress. Anybody can enter into the church, anyone can do anything in a local church. There was no gate, no wall. നമ്മുടെ സഭയെ പറ്റി നമുക്കൊരു ഭാരം ഉണ്ടാവണം. We all need to have a burden for our local church. യാതൊരു നിലയിലും പ്രാധാന്യതയില്ലാതെ സഭയെ ഉപേക്ഷിക്കുന്നവരെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ സൺഡേ അവരെ ബാധിക്കുന്ന കാര്യം പോലും അല്ല. പക്ഷെ എൻ്റെ സങ്കടം ഇവരും ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. അവിടാണ് എൻ്റെ പ്രശ്നം. There are so many people neglecting purposefully Sunday worship. They are also claiming that they were also Christians. ഞങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്നങ്ങ് പറഞ്ഞേക്കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. മനസ്സിലാവുന്നോ? If we are not having a label of Christians, then it won't be a problem. എബ്രായ ലേഖനത്തിൽ എന്നാ വായിക്കുന്നത്? സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നല്ല, ഉപേക്ഷിക്കരുതെന്നാ വാക്യം. വായിച്ചു നോക്കിക്കോണം ഞാൻ പറഞ്ഞ ശരിയാണോ എന്നുള്ള കാര്യം. നമ്മളതിനെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം. സഭായോഗത്തെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ സഭായോഗത്തിന് പോകാതെ, അത് സൺഡേ മാത്രമല്ല, സഭയുടെ ഒരു കൂട്ടായ്മയും. രണ്ടാമത്തെ കാര്യം, അവിടെ അതിൻ്റെ അർത്ഥം തന്നെ അറിയാം. നാൾ സമീപിക്കും തോറും, വാട്ട് ഇസ് എ മീനിങ്? കർത്താവിൻ്റെ വരവ്, എൻ്റെ ആയുസ് തീരും തോറും. മനസ്സിലാവുന്നോ? നാൾ സമീപിക്കും തോറും ഒരു യോഗവും മുടക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. In the book of Hebrews also, Paul was encouraging, do not neglect having fellowship. And as the days passes by, we are nearing to end. ജോലിക്കാർക്ക് അത് കർത്താവല്ലേ നിങ്ങൾക്ക് ജോലി തന്നെ, അത് നിങ്ങൾ കർത്താവിനോട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. I am not talking about those who have some jobs during Sunday. You have to deal that with the Lord. നോക്കൂ, സഭയെക്കുറിച്ചുള്ളൊരു ഭാരം, യെരുശലേമിനെ പറ്റിയുള്ളൊരു ഭാരം. We can see here a burden about Jerusalem or a burden about the local church. ഞാൻ അടുത്ത ആഴ്ച അത് അല്പം വിശദമാക്കാം. 4-ാം വാക്യം കണ്ടോ? ഈ വർത്തമാനം കേട്ടപ്പോൾ, ഇത് ഞങ്ങൾ ലാസ്റ്റ് ഫാസ്റ്റിംഗ് പ്രയറിൽ ഈ വാക്യത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞായിരുന്നു. ഞങ്ങൾ 5-6 പേര് അന്ന് ഉണ്ടായിരുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. സോറി, ഒരു 10-20 പേര് കാണും. 4-ാം വാക്യം, നെഹമ്യാവ് ഈ വാർത്ത കേട്ടപ്പം നമ്മളെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ അത് അവൻ്റെ ചർച്ച, അവൻ്റെ ആത്മീയത, എന്നെ ബാധിക്കുന്ന കാര്യമേ. നെഹമ്യാവ് അങ്ങനെ ചിന്തിച്ചില്ല. ആ ഭക്തൻ അത് കേട്ടു. When Nehemiah heard about it, we can see his response in verse 4. When he heard these words, I sat down and wept and mourned for days. അവിടെ ഒരു 5-6 കാര്യമുണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ നെഹമ്യാവ് ചെയ്തത്. നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കിയേ. 1, വർത്തമാനം കേട്ടു. 1, ശ്രദ്ധയോടെ അത് കേട്ടു. 2, അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇരുന്നു പോയി. ഇരുന്നെന്നല്ല, നിൽക്കാൻ പറ്റാതായി എന്ത് ചെയ്തു? ഇരുന്നു പോയി. 3,
ശൂശൻ രാജധാനിയിൽ വെച്ച് കരഞ്ഞു. അതാണ് വിഷയം. 4, അവിടെ ഇരുന്ന് കുറെ നാൾ ദുഃഖിച്ചു. 4, അടുത്തത് ഉപവസിച്ചു, പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവത്തോട്. ഇനിയും കേട്ടോണം, അത്രയും ദിവസം ഉപവസിച്ചിട്ടും ദുഃഖിച്ചിട്ടും രാജാവ് നെഹമ്യാവിൻ്റെ മുഖത്തൊരു ദുഃഖവും ഫീൽ ചെയ്തില്ല. മനസ്സിലാവുന്നോ? പക്ഷേ ഒരു 2-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം ഗോട്ട് മീനിങ്. നമുക്ക് ആ വാക്യം കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് വാക്കുകളെ നിർത്താം. I am explaining here, we can see the responses of Nehemiah in 5 different phrases. First, he heard the reproach words. The second, he sat down. And the third, he wept and mourned for days. And then he was fasting. And then he was praying before the God of heaven. During those time period, king didn't notice the sadness in the face of Nehemiah as we are seeing in chapter 2 verse 3. നമ്മളാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാൽ ഇരുന്ന് കരയുക, അതൊക്കെ നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? നമ്മുടെ ലോക്കൽ ചർച്ച ആത്മീയമായിട്ട് വളരെ താഴെയാണ്. അന്ന് അത് കേട്ടപ്പോൾ കുത്തിയിരുന്ന് ആരെങ്കിലും കരയുമോ? I couldn't even imagine if we are in this place, in this situation, whether we could have done this type of thing. പക്ഷെ അതാണ് കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. But our Lord is requiring this response from each one of us. ആര് പറഞ്ഞ പോലെ നമ്മൾ ആരുടെയും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇരുന്ന് കരയല്ല, ഇരുന്ന് ചിരിക്കും എന്നൊരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. I heard that when we hear distresses and reproaches about some other churches, we usually sit down and laugh. ഒരാൾ ഒരു സഭയുടേതോ ഒരു വീടിൻ്റെയോ ഒരു വ്യക്തിയുടെയോ കാര്യങ്ങൾ ഭാരത്തോടെ നമ്മോട് പറയുമ്പോൾ ആ വേദന മനസ്സിലാക്കി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. When we hear the distresses or the reproaches of either a person or a church, we all as a spiritual person sit down and we need to pray with tears. ഞാനത് കേട്ടു. I heard it. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താൻ, എനിക്ക് ഹോളിക്കാൻ വേണ്ടി നടത്തണം. രണ്ടാമത്തെ വാക്ക് ആ കേൾവിയുടെ ഭാരമാണ്, ആ വാർത്തയുടെ കനമാണ് നിൽക്കാൻ ആരോഗ്യമില്ലാതെ ഇരുന്നു പോയവൻ. The heaviness of that words made him to sit down because he was unable to stand. ഒരു വാക്യം കൂടെ വായിക്കാം. എസ്രാ ചാപ്റ്റർ 9 verse 3. എസ്രാ ചാപ്റ്റർ 9 verse 3. രണ്ട് പേജും കൊണ്ട് മറിച്ചാൽ മതി. എസ്രാ ചാപ്റ്റർ 9 verse 3. ഇങ്ങനെ വായിക്കുന്നേ. ഇവരെല്ലാം ഒരേ കണ്ടംപററീസ്, ഒരുമിച്ച് അവിടെ വന്നവരാണ് കേട്ടോ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ച് കുത്തിയിരുന്നു. വാക്കുണ്ടോ? ഇത് ആലയം പണിയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജനത്തിന്റെ ഹോളിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എസ്രാ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ ജനത്തിൻ്റെ ആത്മീയത കേട്ടപ്പം സ്തംഭിച്ച് കുത്തിയിരുന്ന് തലമുടി വലിച്ചു പറിച്ച് വസ്ത്രം കീറി അനുതാപത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. We can see here a contemporary scholar Ezra, when he heard about the pathetic situation of spirituality, he was also tearing up his garment and robe and was pulling some of his hair, and he was sat down appalled. വർത്തമാനം സഹിക്കാൻ കഴിയാത്തത് കേട്ടപ്പം കുത്തിയിരുന്ന് കരഞ്ഞതുപോലെ ഈ ലോകത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥത്തോടെ, നമ്മളെ ശ്രദ്ധിക്കുന്ന തൗസൻഡ്സ് ഓഫ് ആളുകളുണ്ട്. ഈ കൊച്ചു ഗ്രൂപ്പിനെ ശ്രദ്ധിക്കുന്ന തൗസൻഡ്സ് ഓഫ് ആളുകളുണ്ട്. I would like to let you all know thousands of people are listening or watching us through different medias. അതുകൊണ്ട് നമ്മൾ ആത്മീയ കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ പാടില്ല. That is the reason we do not move or pull back an inch away from true spirituality. തിരുവെഴുത്തിലില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ഇടയിൽ അനുവദിക്കാൻ പാടില്ല. We should not allow anything outside of this അത് scripture. എത്ര വലിയ മഹാൻ പറഞ്ഞാലും if it is not in the scripture, that is not biblical. Though he was such a great and eminent person, still if it is not in the scripture, we should not allow that to happen inside the church. നമ്മുടെ ചർച്ചിനെ പറ്റി, നമ്മുടെ പെന്തക്കോസ്തലിസത്തെ പറ്റി നമുക്കൊരു ഭാരം ഉണ്ടാകണം, നമുക്കൊരു വേദന ഉണ്ടാകണം. അനാത്മീയത
വചനത്തിന് എതിരായിട്ടൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ സ്തംഭിച്ച് കുത്തിയിരുന്ന് തലമുടി വലിച്ചു പറിച്ച് വസ്ത്രം കീറി ഇരട്ടിലും വെള്ളിയിലും ഇരിക്കുന്ന ഭക്തന്മാരായി നമ്മുടെ ലോക്കൽ ചർച്ച് തീരണം. അതാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന കാര്യം. Our local churches should actually take it seriously when we see the distresses and the reproaches of all churches, and we need to take that burden and pray intensely. ഞാൻ അടുത്ത ആഴ്ച കർത്താവിനെ വെച്ചാൽ ബാക്കി അത് വിശദമായിട്ട് പ്രസംഗിക്കാം. If God willing, I will explain next week.